ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ബാംഗ്ലൂരിലെ ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പാർട്ട്മെൻറ്റിൻ്റെ ഔട്ട്സൈഡ് വ്യൂ ആണ്. ആദ്യമേ പറയട്ടെ, ഇത് എൻ്റെ വീടല്ല, ഞാൻ ഇവിടെയല്ല താമസിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഫാമിലി താമസിക്കുന്ന ഒരു വീടാണ് കേട്ടോ. ഇത് ഒരു അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ഒരു ഔട്ട്സൈഡ് വ്യൂ, കാരണം ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. ഈ അപ്പാർട്ട്മെൻറ്റും ഞാൻ തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് എന്താ പറയണ്ടേ, കുറേ വർഷങ്ങളായി. കാരണം എൻ്റെ വേറൊരു ബന്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് കുറേ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സിറ്റുവേഷൻ വന്നപ്പം ഇവരുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ചേട്ടനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഞങ്ങളൊരു ടോട്ടൽ ഒരു ഡെലിവറിക്ക് മുമ്പ് 1 മന്തും അത് ഡെലിവറിക്ക് ശേഷം ഒരു 2 മാസവും അവിടെ ഈ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞിനെയും കൊണ്ട്. അതാണ് അതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. പിന്നെ എനിക്ക് ഒരു നേച്ചർ ഫ്രണ്ട്ലി അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ ഒരു പഴയ ബിൽഡിങ്ങും പിന്നെ കുറേ മരങ്ങളും പൂക്കളും പിന്നെ ആ ഒരു ശാന്തതയും ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ, പിന്നെ എന്താ പറയണ്ടേ, പിന്നെ അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് ഈ ബിൽഡിങ്ങിൽ. പിന്നെ ഞാൻ മെയിനായിട്ട് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അമ്മയുണ്ട്, അവരുടെ കൂടെ അമ്മ താമസിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ അടുത്ത് നിന്ന് നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റുള്ള ഫുഡ്, പിന്നെ വിഷ്ണു ചേട്ടൻ നല്ലൊരു ഷെഫാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു മെൻ്റലി സ്ട്രെസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും ഇതിലെ കൂടെ ഒക്കെ ഒന്ന് നടന്ന് മരങ്ങളും പൂക്കളും ഒക്കെ കണ്ട് കുറച്ച് നടന്നൊക്കെ കഴിയുമ്പോഴും ഭയങ്കരമായിട്ടൊരു മെൻ്റൽ റിലാക്സേഷൻ എനിക്കെപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇത് സപ്പോട്ട. ഇവിടെ എനിക്ക് തോന്നുന്നത് സപ്പോട്ട ഞാൻ കണ്ടിട്ടുണ്ട്. സപ്പോട്ട, പിന്നെ പ്ലാവുണ്ട്, പിന്നെ കശുമാവുണ്ട്, പിന്നെ എന്താ ഉള്ളത്, അങ്ങനെ കുറേ മരങ്ങളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ ബിൽഡിംഗ് ഒക്കെ പണിയുന്നതിന് മുമ്പ് അവർ ചെയ്തു വെച്ചിട്ടുള്ളതായിരിക്കും. സെക്യൂരിറ്റീസ് ഉണ്ട് കേട്ടോ, 2 എൻട്രിയിലും ഉണ്ട്, എൻട്രൻസിലും ഉണ്ട്, എക്സിറ്റ് ഗേറ്റിലും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, കുറേ കുട്ടികൾ മറ്റേ ടർഫ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. മറ്റേ വോളിബോൾ, ഫുട്ബോൾ, ക്രിക്കറ്റ്, പിന്നെ ടെന്നീസ്, ഷട്ടിൽ ബാറ്റ്, അതുകൂടാതെ ഇതിൻ്റെ അകത്ത് ജിമ്മുണ്ട്. പിന്നെ അതായത് ഒരു അപ്പാർട്ട്മെൻറ്റിൽ വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. കാരണം എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റായിട്ടേ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. വേറെ എല്ലായിടത്തും ഉള്ളതായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ എന്താ പറയണ്ടേ, വാതോരാതെ സംസാരിക്കുന്നത്. പിന്നെ ഇരിക്കാനൊക്കെ ആണെങ്കിലും നമ്മുടെ പാർക്കിലൊക്കെ പോലെയുള്ള നല്ല ചെയറുകൾ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ. കുറച്ചുകൂടി കഴിയുമ്പോൾ, ഇപ്പം ഞാൻ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്യുന്നത്, അത് കഴിയുമ്പോഴത്തേക്കും കുറേ പ്രായമുള്ള അമ്മച്ചിമാരും, റൈറ്റ് സൈഡിൽ കുറേ അമ്മച്ചിമാർ വരും, ലെഫ്റ്റ് സൈഡിൽ കുറേ അപ്പച്ചന്മാരൊക്കെ ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിരുന്ന് വർത്താനൊക്കെ പറയുന്നത് സ്ഥിരം ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ചെമ്പകപ്പൂക്കൾ 2-3 ടൈപ്പ്, എനിക്ക് 3 അല്ല, ഒരു 4 ടൈപ്പ് ചെമ്പകപ്പൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ആ വഴികളിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനെ ഇടവഴികളൊക്കെ കയറുമ്പം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനെ കളിക്കാനുള്ള സ്പേസ്, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളില്ലേ, അവർക്കൊക്കെയുള്ള സ്പേസ്. ഒരു പപ്പായ മരം നിൽക്കുന്നുണ്ടോ. മാവ് ഇവിടെ ഉണ്ടോ? മാവ് ഞാൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ട് കേട്ടോ. കറിവേപ്പുണ്ട്. അങ്ങനെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ, ഇവിടുത്തെ ഗാർഡനർ എപ്പോഴും നല്ല രീതിയിൽ അവരതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. അതായത് വെട്ടേണ്ട സമയമാകുമ്പോൾ അവർ വന്നിട്ട് അതൊക്കെ ജസ്റ്റ് സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഏരിയ ഇവിടെ ഇപ്പം ഇങ്ങനെ എന്താ പറയണ്ടേ, ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഈ ഒരു ഫെസ്റ്റിവലിൽ അല്ലെങ്കിൽ കുറേ ഫെസ്റ്റിവലിൻ്റെ സമയത്തും
അങ്ങനെ എന്താ പറയണ്ടേ, ഇവിടെ കുറേ ഇങ്ങനെ ഷോപ്പൊക്കെ പോലെ കുറേ കടകളൊക്കെ വരാറുണ്ട്, കുറേ പ്രോഗ്രാംസ് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ ഞങ്ങളെ വിളിക്കാറുണ്ട് കേട്ടോ, വരാൻ പറയും. അപ്പോൾ ഒരുമിച്ച് നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നതും കാണുന്നതൊക്കെ ഒരു രസമല്ലേ. കാരണം നമുക്ക് അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയല്ല. അതുകൊണ്ട് എപ്പോഴും വിളിക്കാറുണ്ട്. പിന്നെ ആര് വിളിച്ചാലും അതൊക്കെ എനിക്കിങ്ങനെ കാണാൻ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മോളെ കൂട്ടി പോകാറുണ്ട്. പിന്നെ വീട്ടിൽ ചുമ്മാതിരിക്കുമല്ലോ, ചുമ്മാ എന്നല്ല, നമ്മൾ വീട്ടിൽ തന്നെ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതൊരു ഹാപ്പിനെസ് എനിക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്പോട്ടാണ്. ഈ വൈകുന്നേരങ്ങൾ കുറച്ചുകൂടി ഇരുട്ടിയിട്ടൊക്കെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ. ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സുഖമാണ് കേട്ടോ. കുറേ മരങ്ങൾ, നല്ല രസമാണ്. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഒത്തിരി ഭംഗി കൂട്ടുന്നതാണെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ, എൻ്റെ എന്നല്ല എനിക്ക് പറയാനുള്ളത്, എനിക്കറിയുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഔട്ട് സൈഡ് വ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനിയും അടുത്ത കുറേ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇലകളൊക്കെ